നമുക്കൊപ്പം മനാഫ് തുടരുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ പിന്നോട്ടില്ല, പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. അവിടെ കൂട്ടക്കുരുതികൾ നടന്നിട്ടുണ്ട്, കൂട്ടക്കൊല നടന്നു എന്നതിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് മനാഫ് പറയുന്നത്. മനാഫ്, താങ്കൾക്കെതിരെ ഇപ്പോൾ ഉടുപ്പി പോലീസിന്റെ FIR ഇതിനോടകമുണ്ട്. ഇനിയും നിയമ പോരാട്ടം തുടരും എന്ന് താങ്കൾ പറയുന്നു. അപ്പോൾ എന്തും നേരിടാൻ തയ്യാറെടുത്തുകൊണ്ടാണോ? ജീവന് ഭീഷണിയുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഇതുമായി ഇനിയും മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോൾ ഇന്നലെ SITക്ക് തെളിവുകൾ കൈമാറിയതിനു ശേഷം അത്തരം ഭീഷണികൾ നിലനിൽക്കുന്നുണ്ടോ? കഴിഞ്ഞ ശിരൂർ വിഷയത്തിൽ ഇടപെട്ടപ്പോൾ ഒരു 10ഓളം കേസുകൾ, 11 കേസാണ് ഉണ്ട്. 11 കേസ് എനിക്കെതിരെ ഉണ്ടായി. ഇപ്പോൾ ഈ ധർമ്മസ്ഥല വിഷയത്തിൽ ഇടപെട്ടിട്ട് 11 കേസ് എത്തിയിട്ടില്ല. അതുകൊണ്ട് എത്ര കേസ് ഉണ്ടായാലും സത്യത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്യേണ്ടത്. സത്യത്തിൽ ഇവിടെ പല ആളുകളും, മാഡം ശ്രദ്ധിച്ചിക്കണോ അറിയില്ല, എരൻ്റെ കൂടെ അല്ല ഉള്ളത്, വേട്ടക്കാരൻ്റെ കൂടെ നിൽക്കുക എന്നുള്ള ഒരു മനോഭാവമാണ് പല ആളുകൾക്കുള്ളത്. ഇപ്പം തന്നെ ഇന്നെ SIT വിളിപ്പിച്ചതിൻ്റെ ഒറ്റ കാരണത്താൽ പല മാധ്യമങ്ങളിലും എനിക്കെതിരെ ഇവനെ സുഡാപ്പി, ജിഹാദി, ഇവനെ പിടിച്ചു, കൊണ്ടുപോയി ജീവപര്യന്തം, ഇങ്ങനെയൊക്കെയുള്ള മോശം കാര്യങ്ങളാണ് പല മാധ്യമങ്ങളിലും. ഇവർക്കെതിരെ ഞാൻ എന്താ പറഞ്ഞാൽ കേസിന് പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് നിയമ നടപടിയായിട്ട് ഞാൻ മുന്നോട്ട് പോകും. അതൊരു വിഷയം. പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടുന്ന കാര്യമാണ്, ഒരുപാട് സാധാരണ മനുഷ്യർ അവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ കാടുകളിലൊക്കെ ഇങ്ങനെ ചിന്നിച്ചിതറി കിടക്കുന്നത് അസ്ഥികൾ മനുഷ്യരുടേതാണ്. ഒരു കാലത്ത് ഇവർക്കൊക്കെ ജീവൻ ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കണം എല്ലാവരും. ഇവരൊക്കെ ഏത് തരത്തിലാണ് കൊല ചെയ്യപ്പെട്ടതും ഇത് സ്വാഭാവികമായിട്ട് ഒരാൾ ചോദിക്കാൻ പാടില്ല എന്നുണ്ടോ? അപ്പോൾ കൃത്യമായിട്ട് അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ള പൊതുസമൂഹം അറിയണം. അതിനെന്താണ് അത് അവർക്കുണ്ടായത്. ഇനി കൊലപാതകമാണെങ്കിൽ അത് ആരാണ് ചെയ്തത്, അവരെ ശിക്ഷിക്കപ്പെടണം. ഇനി നിങ്ങൾ ഈ ജനങ്ങൾ പറഞ്ഞ മാതിരി ഇത് ഒരു ആത്മഹത്യ ചെയ്തതാണെന്നുണ്ടെങ്കിൽ അവരെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണോ അവരുടെ വീടുകൾ അവർക്ക് അത് ഏൽപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ എന്താണ് നല്ലൊരു പൂർണ്ണ വിടവാങ്ങൽ അവർക്ക് കൊടുക്കുക, കർമ്മങ്ങൾ ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ എന്താ പറയുക നമ്മൾ സമൂഹത്തിൽ നമുക്കൊക്കെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. എന്തായാലും മനുഷ്യരുടെ അസ്ഥികളാണല്ലോ. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കുകയാണ്, പല സ്ഥലത്തും കേട്ട് അവിടെ വന്നിട്ട് ആത്മഹത്യ ചെയ്താൽ പുണ്യം കിട്ടും, അതുകൊണ്ടാണ് അവിടെ ആത്മഹത്യ ചെയ്യണമെന്നുള്ളത്. ഞാൻ ഒരുപാട് ആളുകളെ കാണാതായതിൻ്റെ കംപ്ലൈൻറ്റുകൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇന്നേ വരെ ഒരു ആൾ പോലും എൻ്റെ അച്ഛൻ അവിടെ പോയിട്ട് ആത്മഹത്യ ചെയ്തിക്കണേ, അല്ലെ എൻ്റെ മകൾ അവിടെ പോയി ആത്മഹത്യ ചെയ്തിക്കണമെന്ന് ഒരാൾ പോലും വന്ന് പറഞ്ഞിട്ടില്ല. ആലോചിക്കണം. ഇപ്പം ഇത് ആത്മഹത്യയാണെന്നുണ്ടെങ്കിൽ എത്ര ആൾക്കാർ മുന്നോട്ട് വരണം? അതൊന്നും ഇല്ലാതെ കൃത്യമായിട്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ള ഈ പൊതുസമൂഹത്തിന് അറിയാനുള്ള അവകാശമുണ്ട്. അത് ചോദിക്കുമ്പോൾ ഏതായാലും ഇപ്പോൾ SIT ഇപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു ഇടത്ത് ഈ ആരോപണങ്ങൾ സംബന്ധിച്ചുള്ള വസ്തുത എന്ത് എന്നുള്ള അന്വേഷണം നടക്കുന്നു, മറുഭാഗത്ത് ഇതുപോലെയുള്ള തെരച്ചിലും കൂടുതൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നു. ഇപ്പോൾ SITയുടെ പ്രവർത്തനത്തിൽ താങ്കൾക്ക് പൂർണ്ണ വിശ്വാസമാണോ? മറ്റൊന്ന്, താങ്കൾ മലയാളിയാണോ എന്നുള്ള സംശയം പോലും ഉയർത്തുന്നുണ്ട് പല സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ. അപ്പോൾ അത് സംബന്ധിച്ചു കൂടി ഒരു വ്യക്തത. ഒന്ന് SITൻ്റെ കാര്യം പറയാം. ആദ്യം SIT എന്ന് പറയുന്നത് കർണാടകയിൽ കിട്ടാവുന്ന മെയിൻ ഒരു IPS റാങ്കിലുള്ള ആളുകളെ പറ്റിയിട്ടാണ്. അതിൻ്റെ ചെറിയ റാങ്കിലുള്ള ആളുകളെ പറ്റിയിട്ടല്ല. ഏറ്റവും നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥരെയാണ് SITയിൽ ഉൾപ്പെടുത്തിയത്. ഈ അത്ര നല്ല എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നിഷ്പക്ഷമായ ഒരു തെരച്ചിലാണ് നടക്കുന്നതെന്ന് 4 ദിവസം കൊണ്ട് അവിടെ നിൽക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ട്. കാരണം കൃത്യമായ രീതിയിലുള്ള അന്വേഷണങ്ങൾ ഇതിലിപ്പോൾ പല ആളുകളും വിചാരിക്കുന്നത് ജസ്റ്റിസ് ഫോർ സൗജന്യൻ്റെ ആളുകളെ മാത്രമാണ് ചോദ്യം ചെയ്യണമെന്ന്. അല്ലാത്ത ആളുകളെയും ചോദ്യം ചെയ്യുന്നുണ്ട്. അവിടെ തന്നെ ഒരു എന്ത് ജയനാണ് ഓർമ്മയില്ല, അയാളെ ഒരു വിക്കുള്ള ഒരു മനുഷ്യനാണ്, അയാളെ ചോദ്യം ചെയ്യുന്നുണ്ട്. അയാൾ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ലെറ്റർ അയച്ചിക്കണ് ദയാവധത്തിന് അനുവദിക്കണം. അയാൾ ഈ സൗജന്യ കേസിലെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക പ്രതിയാണെന്ന് സൗജന്യൻ്റെ അമ്മ പലവട്ടം പല കൊല്ലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇപ്പം ആ മനുഷ്യന്
ദയാവധത്തിന് അപേക്ഷിച്ചിക്കണ്. അപ്പോൾ അതൊന്ന്. രണ്ടാമത്തത്, ഞാൻ ഈ അടുത്ത കാലത്താണ് കർണാടകയിൽ വോട്ട് ചെയ്തത്. അവിടെ ഇനിയും ഞാൻ ഇപ്പോഴാണ് കേരളത്തിലേക്ക് എൻ്റെ വോട്ടിങ് ഇവിടേക്ക് ആക്കിയത്. അത് ഞാൻ അവിടെ ജീവിച്ച് വളർന്ന ആളാണ്. ഈ ബെൽത്തങ്കടിയിൽ തന്നെ ഞങ്ങൾ ഒരുപാട് കച്ചവടം ചെയ്ത് നടന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് കർണാടകയിലുള്ളവർക്ക് ഇല്ലാത്ത പ്രയാസം ഇവിടെ കേരളത്തിലുള്ളവർക്ക് വേണ്ട. ഞാൻ കർണാടകയിലാണ് വളർന്നതും പഠിച്ചതും ഒക്കെ. ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഇന്ത്യൻ പൗരനാണ്. എനിക്ക് ഇന്ത്യയിൽ എവിടെയുള്ള പ്രശ്നങ്ങളിലും ഇടപെടാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഭരണഘടന നൽകുന്നുണ്ട്. ശരി, എന്തായാലും പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു. അതിന്റെ സത്യം അറിയും വരെ മുന്നോട്ട് പോകുമെന്നതാണ് മനാഫ് പറയുന്നത്. എന്തായാലും ബംഗ്ലഗുഡയിൽ നിന്ന് 5 പേരുടെ അസ്ഥികൂടങ്ങൾ കൂടി കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. അതൊന്ന് കുട്ടിയുടേതാണെന്നുൾപ്പെടെയുള്ള വളരെ ദുരൂഹത നിറഞ്ഞ വാർത്തകൾ വരികയാണ്. എന്തായാലും വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. വാർത്തയുടെ വിശദാംശങ്ങളാണ് കെ.വി. ബൈജു നൽകിയത്. അതിനോടുള്ള പ്രതികരണമാണ് മനാഫ് നടത്തിയത്. ഇടവേളയ്ക്ക് ശേഷം മീറ്റ് ദ ലീഡർ കാണാം.